നോക്കുവിനെ ഭൂമിയിൽ ക്രിസ്തീയ മതം ഉൾപ്പെടെ എണ്ണിയാലൊടുങ്ങാത്ത മതങ്ങളുണ്ട്. പക്ഷെ ഒരു മതത്തിലും ദൈവമില്ല, ഒരു മതത്തിലും സമാധാനമില്ല, ഒരു മതത്തിലും പാപമോചനവുമില്ല. നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ അനുവർത്തിച്ചു വന്ന എല്ലാ ആചാരങ്ങളും അതാത് മതത്തിന്റെ അനുഭവത്തിൽ നിന്ന് ചെയ്തെങ്കിലും ഒരിക്കൽ പോലും നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിനൊരു മാറ്റം വന്നില്ല. പാപ സ്വഭാവത്തിനൊരു മാറ്റം വരുത്തുവാനും ഒരു മതഭക്തിയും ക്രിസ്തീയ മതം ഉൾപ്പെടെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ദൈവം പറയുന്നു, നിനക്കൊരു സമാധാനം വേണമെങ്കിൽ, നിനക്കൊരു പാപമോചനം വേണമെങ്കിൽ കണ്ടോ, എന്റെ പുത്രനിലേക്ക് തിരിഞ്ഞുകൊള്ളുവിന്. എന്റെ പുത്രനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ യാഗം കഴിച്ചതാണ്, എന്റെ പുത്രനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബലി കഴിച്ചതാണ്. അതുകൊണ്ട് ആ 2000 വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി, നിനക്ക് പകരക്കാരനായിട്ട് അവനെ ക്രൂശിൽ തൂക്കുമ്പോൾ അവന്റെ ശരീരം മുഴുവനും ചാട്ടവാറടിയേറ്റ് തകർക്കപ്പെടുമ്പോൾ നിന്റെ മേൽ വീഴേണ്ട ആ സകല ശിക്ഷാവിധി ഞാൻ എന്റെ പുത്രന് മേൽ കൊടുത്തു. എന്റെ ഏകജാതനായ പുത്രനെ ആദരിക്കാതെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ നൽകി തന്നുവെങ്കിൽ എന്റെ പുത്രനേക്കാളുപരി പ്രിയപ്പെട്ടവരെ പാപികളായിരിക്കും നമ്മളെ ദൈവം സ്നേഹിക്കുന്നു. അങ്ങനെ ആ പുത്രൻ നമുക്ക് വേണ്ടി അടിയേറ്റ് തകർക്കപ്പെട്ട് കാൽവരി ക്രൂശിൽ തൂങ്ങിക്കിടന്നു. അവൻ ആ ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മുടെ പാപത്തിന്റെ ചങ്ങലയിൽ ബന്ധിച്ച് നമ്മളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന സാത്താന്റെ അധികാരങ്ങളെ തകർത്ത് കളഞ്ഞുകൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശുക്രിസ്തു തിരികെ വാങ്ങി. ആ യേശുക്രിസ്തു അടക്കപ്പെട്ടു. ദൈവമോ മരണവാസങ്ങളെ അഴിച്ചിട്ട് അവനെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ച് അവൻ ഇന്ന് ജീവിക്കുന്നവനും നാളെ ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുവാനുള്ളവനും ആയിരിക്കാല് അവരെല്ലാ ജാതി മതസ്ഥരോടും വിശേഷ ക്രിസ്തീയ മതവിശ്വാസികളോടും ക്രിസ്തീയ മത പുരോഹിതന്മാരുൾപ്പെടെ സകല ജാതികളോടും കൽപ്പിക്കുന്നു, മാനസാന്തരപ്പെടണം.